ഗോൾഡൻ ഫുട് പ്രിൻസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വിളി ഏറെ സ്നേഹത്തോടെ ഏറ്റെടുത്തവനാണ് ബഹുമാനപ്പെട്ട പോൾ പയ്യപ്പള്ളി അച്ഛൻ. വൈദിക പരിശീലന രംഗത്ത് മാതൃകാപരമായ ജീവിതത്തിലൂടെ ഗുരുവര്യനായി അദ്ദേഹം ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനം നൽകിയിട്ടുണ്ട്. ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അടുത്തുനിന്ന് ഭാഗവാക്കാകുന്ന അച്ഛൻ്റെ അജപാലന ശൈലി ഞങ്ങൾക്കെല്ലാവർക്കും അനുകരണീയമായ മാതൃകയായിരുന്നു. ആരെയും നൊമ്പരപ്പെടുത്താതെ എല്ലാവരെയും ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അവരുടെ ആത്മീയ ജീവനെ പരിപോഷിപ്പിക്കാനും അച്ഛൻ കാണിച്ചിട്ടുള്ള നിതാന്ത ജാഗ്രത ഏറെ സവിശേഷമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ വഴിത്താരകളിലൂടെ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായി അച്ഛനെ എപ്പോഴും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സുദീർഘമായ 54 വർഷത്തെ പൗരോഹിത്യ നിയോഗങ്ങൾക്ക് ശേഷവും തൻ്റെ വിശ്രമ ജീവിതത്തെ നിറവുകളാക്കുന്ന പ്രിയങ്കരനായ ഒരച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. റവറൻ ഫാദർ പോൾ പയ്യമ്പള്ളി അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഈശോ മിശിഹായിക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഒത്തിരി ജീവിതാനുഭവങ്ങൾ, ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഏതെങ്കിലും ഇടവകയിലിരുന്ന സമയത്ത് അച്ഛൻ ഇതുപോലെ ദൈവത്തിന്റെ സ്നേഹം നേരിട്ടറിഞ്ഞ ഹൃദയത്തിൽ ചേർത്ത് വെച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന? ഞാൻ പള്ളിക്കുന്നായിരുന്ന സമയത്ത് ഞാൻ അവിടെ 8 കൊല്ലം ഞാൻ അവിടെ വികാരിയായിട്ട് ജോലി ചെയ്തു. അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ വരാക്കര പള്ളി പണിതത്. ഏത് പള്ളിയാച്ച? വരാക്കര എന്ന് വരാക്കര. നോർത്ത് വരാക്കരയുണ്ട്, സൗത്ത് വരാക്കര, 2 പള്ളിയുണ്ട്. നോർത്ത് വരാക്കര പണിയുന്ന സമയത്ത് അവർ പാവപ്പെട്ടവരാണ് എല്ലാവരും. പലരും റബ്ബർ വെട്ടുന്ന ആൾക്കാരാണ്. ആ വെട്ടി കിട്ടുന്ന കൂലി കൊണ്ടാണ് ആ അനുദിന ജീവിതം നടത്തുന്നത്. മാത്രമല്ല അവര് മോറലിയൊക്കെ വളരെ വീക്കാണ്. കാരണം അവരുടെ സാഹചര്യം അങ്ങനെ, മദ്യപാനം. അപ്പോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന സംഭവമാണ്, ഞാൻ അവിടെ ധ്യാനം വെച്ചു. ധ്യാനം വെച്ചിട്ട് ആ പന്തല് കെട്ടിയതിൻ്റെ മുൻവശത്ത് ധ്യാനിപ്പിക്കാൻ വന്ന ആള് ധ്യാനം തുടങ്ങിയപ്പോൾ കള്ള് കുടിച്ചു വന്ന ആടുമായിരുന്നു ആൾക്കാർ, 5-10 പേര്. ഞാനൊക്കെ അന്ന് കണ്ടു. കാരണം ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിൽ ഈ മാന്യതയിലാണ്ട് പെരുമാറുമ്പോൾ വിളിച്ചവൻ്റെ എന്നിട്ട് ഞാൻ അവിടെ സംരംഭം തുടങ്ങി, മദ്യപാനം ഇവിടെ നിർത്തുക എല്ലാം. എന്നിട്ട് ഞാൻ അവിടെ പടപൊരുതി എന്നെ കൊല്ലാനൊക്കെ നോക്കിയവര് ജീപ്പ് കൊണ്ട്. അവിടുത്തെ ഈ ഏജൻസ് ഉണ്ടല്ലോ, ഈ ചാരായം വെക്കുന്നവര്, ഞാൻ ഈ കുടവും ചട്ടിയും മറ്റൊക്കെ കെട്ടി ഞാൻ തീയിട്ട് അങ്ങനെ അവിടുന്ന് മദ്യപാനിലുണ്ടാക്കി. അത് ദൈവത്തിന്റെ അനുഭവമായിരുന്നു. സപ്പോർട്ട് ആരും ഇല്ല. അല്ല, അവരുടെ സ്ത്രീകളും കുടുംബത്തിലുള്ളവരും സ്ത്രീകളൊക്കെ സഹായിക്കെങ്കിൽ അവർക്ക് വെയിറ്റ് ഇല്ലല്ലോ. അവർക്ക് ഒരു പുരുഷന്റെ കഴിവൊന്നും ഒരു സ്ത്രീക്ക് എത്തുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഉണ്ടാവാം, ഒറ്റപ്പെട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ഇറങ്ങിയില്ല. അതോടുകൂടി ആ സ്ഥലം നന്നായി. മദ്യപാനം കഴിഞ്ഞോടുകൂടി സ്ഥലം നന്നായി. പള്ളിപ്പണി 12 ലക്ഷം കൊണ്ടാണ് ഞാൻ പള്ളി പണിതത്. ഞാൻ റോമിൽ നിന്ന് വന്നിട്ട് ഇഷ്ടിയെ പിടിച്ച് അവിടെ ഇരുന്നിട്ടാ പാടത്ത് ഇഷ്ടിക പിരിച്ച് ചുട്ട് അതിന് മരമൊക്കെ അടുത്ത വീടുകളിൽ കൊണ്ടുവന്ന് ചൂളക്കി വെച്ച് ആ പള്ളി പണിത മുഴുവൻ ഇഷ്ടികയും ചുട്ടെടുത്തു. അതിനാവേശമായിരുന്നു. അങ്ങനെ പള്ളി പണിതു. ഒരു മഠം കൊണ്ടുവന്നു. അപ്പൊ അവർക്ക് ഹോളായി, സിംതേരി, എല്ലാ സൗകര്യങ്ങളും കൂടി അവരുടെ ജീവിത നിലവാരത്തിൽ വ്യത്യാസമായി. മാത്രമല്ല ഇപ്പൊ ദേവുടിൻ്റെ അവിടെ നിന്നൊക്കെ 4-5 പേർക്ക് അച്ഛന്മാരായി. അപ്പൊ അതൊക്കെ അതൊരു ദൈവാനുഭവമായിരുന്നു. മാത്രമല്ല എനിക്ക് അവിടെ പോകുക സന്തോഷമാണ്. കാരണം
അവരൊക്കെ ഈ അധപ്പതിച്ച അവസ്ഥയിൽ നിന്നും കനാലത്തിണ്ടിൽ നിന്നും അവർക്കൊരു രക്ഷകനായിട്ട് അച്ഛൻ അങ്ങോട്ട് വന്നു. ഉയർന്നില്ലേ, അവരൊക്കെ അത്രയും ധന്യരായി തീർന്നു. അച്ഛൻ ഈ കല്ലുകൊണ്ട് 1-2 അല്ലെങ്കിൽ 5-6 പള്ളി നിർമ്മിച്ചതിനേക്കാൾ വലുതാണ് അവരുടെ മദ്യപാനത്തെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളില് ഒരു പള്ളി പണിതു അച്ഛൻ. ഇത്രയും മനുഷ്യർ അങ്ങനെ സാധിച്ചു. അത് എൻ്റെ കഴിവുകൊണ്ടൊന്നല്ല, അങ്ങനെ അങ്ങോട്ട് തോന്നി. മുളക് തുടങ്ങി, കുറെ ആൾക്കാർ സംഘടിപ്പിച്ചു, എതിർപ്പുകളുണ്ടായിരുന്നു, എക്സൈസിന് എതിർപ്പുണ്ടായിരുന്നു, അവർക്ക് ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ അതിനെയൊക്കെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും നമുക്കൊരു പ്രാർത്ഥന ഒരാവശ്യമല്ലേ? നിങ്ങളോട് പറഞ്ഞത് മനസ്സിലാവില്ല. അതായത് നമുക്ക് തമ്പുരാൻ കൃപ തരുമ്പോഴേ ഈ അഭിഷേകത്തിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ വാല്യൂ അറിഞ്ഞവന് മാത്രമേ ചൂടുണ്ടെങ്കിലും ചൂടേക്കില്ല. അച്ഛനെ ഇങ്ങനെ പുറമേ ശരിക്കുമെങ്കിലും ഉള്ളിലൊരു അഗ്നിയാണ് ഞങ്ങൾ കാണുന്നത് ശരിക്കും. അതുപോലെ തന്നെ ഞാന് ഇപ്പൊ കൊതുകെന്ന് വിചാരിക്കുക, വിലക്കിയാൽ ആ കൊതുക് പോകും. ശരി. അല്ല, ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇത്തരത്തില് എന്നെ കടിക്കില്ല, കടിക്കില്ല. അല്ല അച്ഛ, സത്യത്തില് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള കൃപകളെ കുറിച്ച്, അഭിഷേകത്തെ കുറിച്ച് എന്റെ സഹോദര സംസാരിക്കുന്നത്. തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ബോധ്യം വേണ്ടേ? ബോധ്യം വേണം. അഭിഷേകത്തിന് ശക്തിയെ പറ്റി അച്ഛൻ സംസാരിക്കും. പിശാചില്ല എന്ന് പറയുന്ന അച്ഛനോട് എന്ത് പിശാച് ഒഴിക്കാൻ പറയാനാ? അതെ അതെ അതെ. പിശാച് ഉണ്ടെന്ന് അറിയുന്നവനാണ് ഇതിനെ ഒഴിക്കാൻ പറ്റുള്ളൂ. അവന്റെ ദുഷ്ടചിന്തകളെയും ദുഷ്ടകാര്യങ്ങളെയും എതിർക്കണമെങ്കിൽ യേശുവിനെ പോലെ പത്രോസിലുള്ള പിശാചിനെ കാണാൻ സാധിച്ചു. സൈറ്റൻ യു ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് അവന്റെ മനസ്സ് വായിക്കാനുള്ള ചെവിയും മനസ്സ് വായിക്കാനുള്ള കണ്ണുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ സൈറ്റൻ യു ഗോ ഔട്ട്. ഇതുപോലെ മനുഷ്യന്റെ ഹൃദയം വായിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ. അതാണ് നാം ഇന്ന് ആഗ്രഹിക്കുന്നത്. അനുതാപത്തിലേക്ക് നയിച്ച് അല്ലെ സുവിശേഷം. ഞാൻ എന്തായിരിക്കുന്നു എന്നല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ആഗ്രഹം. ബലിയർപ്പണമൊക്കെ അത് ആഘോഷമാകുന്ന അഭിപ്രായക്കാരനാണ്. പാട്ടുണ്ടല്ല, കർത്താവ് പറഞ്ഞിരിക്കുന്ന എൻ്റെ ഈ കാര്യങ്ങള്, രക്ഷാരഹസ്യങ്ങള് നിങ്ങൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. നമ്മൾ ആഘോഷിക്കുന്നില്ല, പറയല് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആഘോഷം സാധ്യമാണെന്ന് ശരി. ആഘോഷം നമ്മൾ ചൊല്ലുന്നതിലല്ല ആഘോഷമായിരിക്കുന്നത്, മനസ്സിന്റെ നിറവാണ് ആഘോഷം. അതുകൊണ്ട് പറയാം, മനസ്സ് നിറഞ്ഞാൽ മനുഷ്യൻ നന്നായി. അപ്പൊ ഈ മനസ്സിൽ നിറവുണ്ടാവില്ല. ഏതാണ്ട് ന്യൂസ് പേപ്പർ അയക്കണവര് അതൊന്നല്ല. ഇതെന്റെ ആവേശമാണ്. ബലിയർപ്പ ഞാൻ പറയുന്ന ആരാധന എന്ന് ഞാൻ പറയാ. വിശുദ്ധ കുർബാന ആരാധനയാണ്. ആരാധന ഏറ്റവും വലിയ ആരാധനയാണ്. ഈ വേദനയെല്ലാം, ഇത്തരത്തിലുള്ള ആത്മാവിന് വേണ്ടിയിട്ടുള്ള വേദനയെല്ലാം ഉള്ളി വെച്ചുകൊണ്ട് അച്ഛൻ എങ്ങനെയാ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു? എനിക്ക് അതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല. ഞാൻ സ്വർണ്ണം പറയാം, എനിക്ക് 3 ബ്ലോക്ക് ഉണ്ട് ഹാർട്ടിന്. എനിക്ക് പ്രമേഹമുണ്ട്, പ്രമേഹം 350 എപ്പോഴും. പിന്നെ എനിക്ക് എൻ്റെ കിഡ്നിയോ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, പ്രശ്നങ്ങളെ കാണുന്നില്ല. ഞാൻ ഹാപ്പിയാണ്. എനിക്കിവിടെ വന്നപ്പോൾ കൂടുതൽ ഹാപ്പിയാണ്. കാരണം എൻ്റെ മാതൃഭവനത്തിൽ എത്തിയല്ലോ സന്തോഷം. ഇവിടെയാണ് ഇവിടെ എത്തേണ്ടത്. അല്ല, അതും ഒരു പ്രത്യേക നിയോഗമായിരിക്കും. മാത്രമല്ല അച്ഛന്റെ ഉള്ളിലെ ഈ തീ ഞങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്, ശരിക്കും ഞങ്ങളെ ചൂടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരിസരങ്ങളെ കത്തിക്കാൻ അല്ലെ തമ്പുരാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണല്ലോ. ഇറ്റ് ഈസ് ബിയോണ്ട് അസ്. നമ്മൾ ഇന്ന് അകലെയാണത്, നമ്മളിന്ന് പ്രവർത്തിക്കുന്നതല്ല. ഞാൻ പള്ളിക്കൊന്ന് ചില സമയത്ത് ഒരുപാട് വഴികളുണ്ടായിരുന്നു, ഊടുവഴികള്, അതൊക്കെ ഞാൻ വലുതാക്കി. ബസ് സർവീസ് വരാകരന്ന് പള്ളിക്കൊന്ന് തൃശ്ശൂർ ബസ് സർവീസ് ഉണ്ട്. അന്ന് മരിച്ചുപോയ മന്ത്രിയുടെ സുഹൃത്തായിരുന്നു. ഞാൻ നാളെ റോഡ് ചെയ്യാൻ കേട്ടോ, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇത് ടാർ ചെയ്യണം, അതിന് പിന്നെ ആഴ്ച ബസ് വരണം. അതൊക്കെ ചെയ്തു. വഴിയച്ഛൻ എന്ന പേര് കിട്ടിയോ? വഴിയച്ഛൻ എന്ന പേര് കിട്ടിയോ? അതൊന്നുമില്ല. ഞാൻ സൈലന്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ചെയ്ത കാര്യം, ഞാൻ അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുന്ന അടിച്ചു. ഞാൻ പുറത്തിറങ്ങില്ല. ഇതൊക്കെ ആരെടിയും തെരടിയും. അപ്പൊ ഇവര് പോയിട്ട് അവര് ഒരു 10 മണി 10-11 ആയപ്പോഴ്
ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അത് ഈ പീസൊക്കെ ഊരിയിട്ട് വഴിയൊക്കെ വെട്ടി ക്ലീനാക്കി ശരിയാക്കി. അപ്പോൾ ജനങ്ങൾക്കതൊരു ആവശ്യമാണ്, പിന്നെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങളാണ്. അല്ല, സ്നാപയോഹന്നാൻ പറയുന്ന പോലെ ജനങ്ങളുടെ പാതകൾ നേരെയാക്കി. അല്ലാതെ അവരെന്തുമാത്രം കഷ്ടപ്പെട്ട പള്ളി വരുന്നേ. ഞാനും നിങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ കട്ടിൽ നിന്ന് നേരെ തറയിരിക്കല്ലേ. അവരെന്തോരം നേരത്തെ എഴുന്നേറ്റ് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് മുഖം കഴുകി അവിടെ നടന്ന് പിടിച്ച് വേർത്തൊക്കെ ഒലിച്ച് വന്ന് അവരൊന്ന് ആരാധിക്കാനാ. എൻ്റെ അത്ര ബുദ്ധിമുട്ട് അവർക്കില്ല. അതെ അതെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ജനങ്ങളുടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ശ്രമിക്കണം. അതുപോലെ ഞാൻ പള്ളിക്കുന്ന് +2 ഞാൻ കൊണ്ടുവന്നത് പള്ളിക്കുന്ന്. അതെ, ഞാൻ കെട്ടിടമൊക്കെ പോണത് ശരിയാക്കി എൻ്റെ കലക്ടർ എന്ന് പറഞ്ഞു. അച്ഛനാണ് പിന്നെ ആർക്കാ തരുന്നത്, ഞാൻ അച്ഛന് തരും. അല്ല, നമ്മൾ അങ്ങനെയൊക്കെ പറയണം. അത് ഈ വരാക്കര സിംതേരി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ പേപ്പറും ശരിയാക്കി DM വരെ എടുത്ത് പോയി എല്ലാം ചെയ്തു. കളക്ടറേറ്റ് ചെല്ലുമ്പോൾ അച്ഛാ ആളുകൂടി ഇല്ല. ആളാരാ ഈ ആളില്ലാന്ന് പറയാനായിട്ട്? ആരെ പോസ്റ്റ് എടുക്കണ കാണിച്ചു തരാം. അച്ഛാ ഞാൻ നാളെ ഞാൻ വെട്ട് കൊത്തിക്കൊണ്ട് വരും, വെട്ടി നേരത്തെ നാളെ അച്ഛൻ കൊണ്ടുവരാട്ടോ. നാളെ എനിക്ക് കൊണ്ടുപോകും പേപ്പറോണ് അനുഭവത്തിൻ്റെ. ഞാൻ ചിലയിടത്തൊക്കെ അങ്ങനെ പറയാണ്ട് വരില്ല. അങ്ങനെ അച്ഛൻ ഈ ടെൻഷനും ആകുലതകളും ഒക്കെ വരുമ്പം പ്രാർത്ഥനയുടെ ഒരു ശക്തിയിലാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ രാവിലെ 5:30 പള്ളിയിലുണ്ടാവും. ഞാൻ 5 മണിക്ക് എഴുന്നേക്കും, 3:15 പള്ളിയിലുണ്ടാവും. ഞാൻ യാമപ്രാർത്ഥന ശരി ചെല്ലും, കൊന്ത ചെല്ലും. മാതാവിനോടുള്ള ഭക്തി, മാതാവിന്റെ ഭക്തി ഞാൻ പഠിച്ച പള്ളിയൊക്കെ മാതാവിന്റെ. എനിക്ക് മാതാവിന് ഇഷ്ടമാണ്. മാതാവിന്റെ കാര്യം തുടങ്ങിയത് അതെനിക്ക് അനുഭവം കേട്ടോ. ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ഈ സ്ഥലം വിറ്റ് പോകണില്ല. അപ്പൊ പറഞ്ഞ അച്ഛാ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഈ അമ്പലത്തിൽ നിന്ന് തേർവാഴ്ച പോണുണ്ട് ചെയ്യാൻ. ആ തേർവാഴ്ചയുള്ള സ്ഥലം ആരും മേടിക്കില്ല അച്ഛാ പറഞ്ഞു. 2 മാസമായിട്ട് സ്ഥലം പോകണില്ലേ. ഞാനായ പരിഭ്രമിച്ച് പിതാവിന്റെ ഒരു കൊല്ലത്തേക്ക് ചെക്ക് മേടിച്ചിട്ട് കാശ് കൊടുക്കില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ജോസേട്ടനോട് പറഞ്ഞ ചേട്ടാ ഇങ്ങനെ പ്രശ്നമുണ്ട്, നമുക്ക് തേർവാഴ്ച പിടിക്കണം. അവൻ ഏത് വഴിക്ക് പോകുന്നറിയണം. ഞങ്ങൾ പന്തയെല്ലാം തുടങ്ങി. 31-40 ദിവസത്തോളം ഞങ്ങൾ ഈ പറമ്പിൽ ചുറ്റും നടന്ന് വഴി നടന്ന് പന്തയിൽ എല്ലാരും കൂടെ അല്ല, 2 പേര് തന്നെ. 30 ദിവസം കഴിഞ്ഞപ്പോഴും അമേരിക്കക്കാര് ഇംഗ്ലണ്ട് ആരൊക്കെയാണ് സ്ഥലം മേടിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ, കത്തോലിക്കിന് മാത്രമേ സ്ഥലം കൊടുക്കുള്ളൂ. അത് ക്രിസ്ത്യൻ കോളനിയാണ്. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ തേർവാഴ്ചയൊക്കെ നീർവീഴ്ചയായിട്ട് പോയി. അതൊക്കെ അറിയാലോ കേട്ടോ. കാരണം അമ്മ നമ്മളെ സഹായിക്കും. അമ്മ നമ്മളെ സഹായിക്കും. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കും. മാത്രമല്ല, ഞാൻ വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം എന്ന് വായിക്കുന്ന ആളാണ്. മാതാവിന്റെ ദർശനമാണ് അത്. മാതാവിന്റെ 12-ാം അധ്യായം നമ്മൾ വായിക്കുന്നല്ല, അമ്മയെ കുറിച്ച് പറയുന്നതാണ്. ശരിക്കുള്ള കുഞ്ഞിലേ തൊട്ട് അച്ഛന് മാതാവിനോടുള്ള ഭക്തി ഉണ്ടോ? വീട്ടിലെനിക്ക് ഞങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്ന് കൊന്തയും ഒക്കെ ചെല്ലും. എനിക്ക് എന്തൊരു പ്രത്യേകത ഉണ്ടായി, ഞാൻ മാതാവിന്റെ ചെറിയ പടം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് എനിക്ക് ഒരു നിലയുണ്ടായിരുന്നു എൻ്റെ വീടിന്. അപ്പൊ മുകളിലാണ് എൻ്റെ വാസം. എനിക്ക് പ്രത്യേക പരിഗണനയാണല്ലോ, ഒരാൺകുട്ടിയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഈ മാതാവിന്റെ അടുത്ത് തിരികെത്തിച്ച് ഒന്നും അറിയില്ല, എന്നാലും മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോവുള്ളൂ, വരുള്ളൂ. പിന്നെ മാതാവിന്റെ അടുത്ത് കിടന്നുറക്കം. അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു നമ്മോട്. അല്ല, അമ്മയൊന്നും നമ്മളെ സഹായം തരുന്നത്. അതുപോലെ തന്നെ ഈ അച്ഛന്റെ മനസ്സെന്ന് പറയുന്ന എപ്പോഴും ഒരു എന്താ പറയുക, അധ്വാനിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കൂടെയുള്ള ഒരു മനസ്സുണ്ട്, അനുകമ്പയുള്ള മനസ്സ്. സാധാരണ മനുഷ്യനാണ്. അതല്ല ഞാൻ ചോദിച്ചാൽ, അത് ഈ ചെറുപ്പത്തിലെ വീട്ടിലെ എന്റെ ഫാദറും മദറും എന്റെ കുടുംബാംഗങ്ങളൊക്കെ ഭയങ്കര ദരിദ്രരായിരുന്നു. എന്റെ ഗ്രാൻഡ് ഫാദർ കോൺട്രാക്ടറായിരുന്നു. ഈ റോഡ് കല്ലിടാന്നുള്ള ചെറിയ റോളറൊക്കെ ഇട്ട് എൻ്റെ അപ്പാപ്പന അതൊക്കെ നശിച്ചു പോയി. ബിസിനസ്സിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് പണിയിൽ നശിച്ചു. എന്നിട്ട് അപ്പാപ്പൻ ഈ ഈറ്റ പറമ്പും
ആ പരിയൊക്കെ വിറ്റ് കടം വീട്ടി മലയിലേക്ക് കയറിയതാ അങ്ങനെ വെള്ളിപ്പറന്ന്. ഞങ്ങളൊരു മാവിന്റെ ചുവട്ടില് ഓല വെച്ച മേഞ്ഞ സ്ഥലത്ത് താമസിച്ചവരാണ്. ഞങ്ങൾ എൻ്റെ അപ്പനമ്മയൊക്കെ കഞ്ഞി കുടിക്കാൻ വിഷമിച്ചവരാണ്. ഞാൻ പായസം കുടിച്ച ആളാണ്. അതിന്റെ പരിണാമം ആദ്യം ചട്ടിയായിരുന്നു, പിന്നെ പ്ലേറ്റ് ആയിരുന്നു. അതിന്റെ പരിണാമം അങ്ങനെയായിരുന്നു. അങ്ങനെ ജീവിച്ചു പഠിച്ചു. അല്ല, ഞാൻ ആ ഓർമ്മകളും അനുഭവങ്ങളും തീർച്ചയായിട്ടും പാവപ്പെട്ടവരോട് അല്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ മാറ്റുന്ന സമയത്ത് ഞങ്ങളെ പള്ളിയിലൊരു കുഴി വെട്ടുന്ന വേലക്കാരുണ്ടല്ലോ, അവരൊക്കെ നമ്മൾ പേരല്ലേ വിളിക്കും, കുട്ടപ്പ എന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ അവനെ കുട്ടപ്പ ചേട്ടാന്ന് വിളിച്ചു. അവർക്ക് ആൾക്കാർക്കൊന്നും ഇഷ്ടമായില്ല. അവന് അച്ഛനാണ് ചേട്ടാന്ന് വിളിക്കുന്നത്, അവന് കുട്ടപ്പന്ന് വിളിച്ചാൽ കിട്ടാന്ന് പറഞ്ഞേ. അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അവരൊക്കെ അവസ്ഥയോട് കാണും. അങ്ങനെയൊക്കെ ഒരു വിവേചനം നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ഒക്കെ സമന്മാരാണ്, കർത്താവ് സ്നേഹിച്ചവർ സ്നേഹിക്കുന്നൊക്കെ പറഞ്ഞാലും പ്രായോഗികമായി വരുമ്പോൾ ഇതൊക്കെ കാണാനില്ല പലപ്പോഴും. നവീകരണം ആവശ്യം കേട്ടോ. ഞങ്ങളുടെ അഭിപ്രായക്കാരനാണ്. നമ്മുടെ സഭയിൽ നവീകരണം വളരണം, ഉയരങ്ങളിൽ നിന്ന് ഉയരണം എന്ന അഭിപ്രായം. ദിവ്യകാരുണ്യ ഭക്തിയെ കുറിച്ചും വിശുദ്ധ ബലിയർപ്പണത്തെ കുറിച്ചും ഒക്കെ എനിക്കതിനെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ ദിവ്യകാരുണ്യം ബലിയും അതോടൊപ്പം തന്നെ കൂദാശയുമാണ്. ബലി അർപ്പിച്ചാൽ മാത്രമേ കൂദാശ ഉണ്ടാവുള്ളൂ. ഈ ബലിക്ക് മനുഷ്യനെ ഒരുക്കുക, മനുഷ്യന്റെ ശരീരത്തിൽ കൂടെ വന്നിരിക്കുന്ന തെറ്റുകൾക്ക് പരിഹാരം ചെയ്യണം. അതാണ് ഏശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അവന്റെ മുറിവുകളാണ് നമുക്ക് സൗഖ്യമായത്. അതുകൊണ്ടാണ് പരിപാടി അച്ഛൻ ദാനിയേൽ പറഞ്ഞത്, അവന്റെ മുറിവുകളാണ് നിനക്ക് അപ്പമായി തീർന്നത്, അവന്റെ അടികളാണ് നിനക്ക് അപ്പമായി തീരാൻ ചെയ്തത്. ഇത് നമ്മൾ വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തണ്ടേ. നമുക്ക് പ്രേക്ഷകരോട് അവസാനമായി, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, എന്താ പറയുന്നത്, കുടുംബങ്ങള് തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ? വിശ്വാസത്തിന്റെ ഒരു കുറവ് നമ്മളെല്ലായിടത്തും അനുഭവിക്കുന്നുണ്ട് ശരിക്കും. അപ്പൊ ഈ കാലഘട്ടത്തില് അച്ഛന്റെ ഉള്ളിലെ അണയാത്തൊരു തീയുണ്ടല്ലോ. എൻ്റെ മനസ്സില് ഇപ്പോ ഈ കാലഘട്ടത്തില് 10-15 കൊല്ലമായിട്ടൊക്കെ വിവാഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം സഭാപരമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ 3 ദിവസത്തെ കോഴ്സ്, പഠനം, പിന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടാണ് വിവാഹം എന്ന ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വിവാഹം എന്നത് ഒരു പരിശുദ്ധമായിട്ടൊരു വിളിയാണെന്നും ദൈവവിളിയാണെന്നും അതൊരു കൂദാശയാണെന്നും അത് ജീവിക്കേണ്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. മാത്രമല്ല, തമ്പുരാന്റെ സൃഷ്ടികർമ്മത്തിൽ തനിക്ക് മാത്രം അവകാശപ്പെട്ട സൃഷ്ടി എന്നുള്ള ആ ദൗത്യം ഇവരിലൂടെയാണ് പൂർത്തിയാക്കുന്ന കാര്യം ദമ്പതികൾക്ക് തോന്നണം. അവർ ഏക മനസ്സാകണം. അവർ പറയുന്നത് പ്രതിജ്ഞ എന്താ? ഞങ്ങൾ 2 അല്ല കേട്ടോ എന്നൊക്കെ പറയല് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇനി ഒന്നായി ജീവിക്കാൻ വിളിക്കപ്പെട്ട ഈ ഒന്നാകലും മനസ്സിലാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനസ്സാണ്. ഈ മനസ്സിന്റെ വികല്പങ്ങളാണ് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴിതെളിക്കുന്നത്. അതുകൊണ്ടാണ് ഭ്രൂണഹത്യ, കൊലപാതകം, മക്കളില്ലായ്മ ഇതൊക്കെ ഉണ്ടാകുന്നത്. പോളാറാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളാണ്, റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ്. ഇതാണ് സഭ പഠിപ്പിക്കുക. നമ്മളെന്തുണ്ടായി, എല്ലാവർക്കും സ്റ്റെറിലൈസേഷനാണ്. 2 കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ ഇഷ്ടമല്ല, കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാണ്ടായി. ഇപ്പോഴത്തെ അവസ്ഥയില് പറയുന്നത് ഈ വാരം എടുക്കാൻ പറ്റില്ല, നമുക്ക് മറ്റുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാം, മക്കൾക്ക് ജന്മം കൊടുത്ത് വളർത്താൻ ഞങ്ങളെ നോക്കണ്ട. 74 ഇത് ചാക്രികയാണ് ഇറങ്ങുന്നത്, 73-74. അന്ന് കാലത്ത് വിദേശ രാജ്യങ്ങളൊക്കെ മക്കളില്ലാത്ത കാലമായിരുന്നു. അവർക്ക് മക്കളുണ്ടാവുക എന്നുള്ള ഭാരമായിരുന്നു.
ഇപ്പൊ അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പോകണം അവിടുത്തെ. അതെ. കാര്യങ്ങൾ നടക്കണം. അപ്പോഴാണ് മാർപ്പാപ്പ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഉത്തരവാദിത്തോടെ, നിങ്ങൾക്ക് കഴിയുമ്പോൾ കാശൊക്കെ ഉണ്ട്, പക്ഷെ അവർ സുഖിക്കാൻ വേണ്ടി മക്കളെ വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ അതിന്റെ തിക്തഫലം അനുഭവിച്ചോളി. ഇപ്പൊ ഒരു മക്കളുണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചൈനക്കാരടക്കം ആഗ്രഹിച്ചു തുടങ്ങി മക്കളുണ്ടാവാനായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവിന്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ കൈ കടത്തുകയും തമ്പുരാന്റെ സൃഷ്ടികർമ്മം ഞാൻ കൈയിട്ട് മാന്തി അത് നിഹനിക്കുകയും ചെയ്ത് ശാപവും ശിക്ഷയാണ്. 1-ാം പ്രമാണത്തിന്റെയും 6-ാം പ്രമാണത്തിന്റെയും ലംഘനമാണിത്. അത് മനസ്സിലാക്കാൻ നമ്മൾ ജനങ്ങൾ പഠിപ്പിക്കണം. ഞാൻ അഭിപ്രായക്കാരനാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? യു ഹാവ് ടു സെൽഫ് ഡിനൈ. നിന്റെ മോഹങ്ങളെ നീ സബ്ലിമേറ്റ് ചെയ്യണം, സപ്രസ് ചെയ്യല്ല. യു ഹാവ് ടു സബ്ലിമേറ്റ്. അഭിഷേകമായിട്ട് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാ വികാരവും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ കൊതിയുള്ള കള്ളാണെങ്കിലും കുടിക്കാണ്ടിരിക്കുന്ന കുടിക്കില്ല നമ്മൾ. ഇതുപോലെ ഇത് എൻ്റെ ശരീരത്തിൻ്റെ നീഡാണ് സെക്സ് എന്ന് പറയുന്നത്. ആ സെക്സിനെ ഞാൻ പരുവപ്പെടുത്തണം. അതിനെ ഞാൻ എൻ്റെ വിധത്തിൽ സംസ്കരിച്ചെടുത്ത് ഉദാത്തീകരിച്ച് ദൈവികമാക്കുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുന്നത്. അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കണം. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സുഖസമ്പാദനത്തിനായി നടക്കുന്നത് ശരിയല്ല. കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ആ മേഖലയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി. ഇപ്പോൾ 2 കുട്ടികളെ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരു പെൺകുട്ടിയോട് പറഞ്ഞതാണ്, അച്ഛൻ ഞങ്ങൾ 2 പേരെ അച്ഛൻ വീട്ടിൽ, ചേട്ടന് MBBS സീറ്റ് ഇട്ടാൻ പോയി. പിന്നെ ഞാൻ ആരോടാ മിണ്ടുക? ഞാൻ എൻ്റെ ഫോട്ടോ തന്നെ നോക്കിയിട്ട് എന്തോരം നേരം മിണ്ടാൻ്റെ. അതുകൊണ്ട് ഞങ്ങളെല്ലാം അവരെ കണ്ടെത്തി പിടിച്ചു. ആൾക്ക് മിണ്ടാനും ഇടപെടാനും ആക്ഷൻ, റിയാക്ഷൻ, ഇന്ററാക്ഷൻ ആവശ്യമല്ല മനുഷ്യന്. അതതിൻ്റെ പൂർണ്ണതര ആവശ്യമാണ്. Therefore, I have found out a man whom I can love, whom I can share. അങ്ങനെ എനിക്കൊന്നും പറയാനില്ല മോളെ, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കർത്താവ് ഈശോ സ്നേഹിച്ചു നടക്കില്ല. നീ കാണില്ല എന്ന്. അപ്പം നിന്റെ പേരിൽ യു ഹാവ് ടു control yourself. You are a man. You are God man. You are a son of God. You are a human being. You are a man. You are a woman. ഇതൊക്കെ നീ അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ലൈഫ് നന്നായി ചിന്തിക്കുന്നതാണ്. നിരവധി കാര്യങ്ങളാണ് അച്ഛനിലൂടെ ഈ സമയം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ജീവിതത്തെയും കൃപയുള്ളതാക്കി തീർക്കട്ടെ എന്നുള്ള ഒരു ആശംസയോടെ അച്ഛന് നല്ലൊരു വിശ്രമ ജീവിതം ആശംസിച്ചുകൊണ്ട് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം സഹന വഴിയിലൂടെയാണ് പലപ്പോഴും നമ്മളെല്ലാം നയിക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് തിരുമനസ്സാകുന്ന സഹനങ്ങളുടെ അർത്ഥവും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കഴിഞ്ഞ ഒരു മഹനീയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പോൾ പൈപ്പള്ളി അച്ഛൻ. കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലും ശാരീരിക രോഗങ്ങളുടെ ഇടയിലും സഹനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴെല്ലാം ക്രിസ്തുവിനോടുകൂടെ അതെല്ലാം സമചിത്തതയോടെ സ്വീകരിച്ച ശ്രേഷ്ഠമായ ജീവിത മാതൃക പോളച്ചന് സ്വന്തം. അച്ഛൻ്റെ ജീവിതത്തെ അടുത്തറിയാൻ കഴിഞ്ഞ നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.